പത്തനംതിട്ട ആറന്മുളയിൽ കോൺഗ്രസ് പ്രവർത്തകനെ സിപിഐഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. ആറന്മുള വല്ലന കോൺഗ്രസ് ബൂത്ത് ഏജന്റ് ഷാജിക്കാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴിയായിരുന്നു സംഭവം. സിപിഐഎം ലോക്കൽ സെക്രട്ടറി അജി മുഹമ്മദിന്റെ നേതൃത്വത്തിലെത്തിയ സംഘമാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. ഉച്ചയ്ക്ക് സിപിഐഎം പ്രവർത്തകനായ സലീമിന്റെ നേതൃത്വത്തിൽ പ്ലക്കാർഡുകൾ സംബന്ധിച്ച് തർക്കമുണ്ടാവുകയും ഇരു പാർട്ടിയുടെയും നേതാക്കൾ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയായിരുന്നു മർദ്ദനം. ഗുരുതരമായി പരിക്കേറ്റ ഷാജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി ഷാജിയെ സന്ദർശിച്ചു. പരാജയ ഭീതി മൂലം CPM നേതാക്കൾ വ്യാപകമായി അതിക്രമം അഴിച്ചുവിടുകയാണെന്ന് അബിൻ വർക്കി വിമർശിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ലനയിലുണ്ടായത് ഏറെ പ്രതിഷേധാർഹമായ ഒരു സംഭവമാണ്. വളരെ സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ മേലേക്ക് ഡിവൈഎഫ്ഐയും CPM-ന്റെയും ഗുണ്ടകൾ അകാരണമായി മർദ്ദനം അഴിച്ചുവിടുകയാണ്. അപ്പോൾ ഇന്ന് വല്ലനയിൽ ബൂത്ത് പ്രസിഡന്റായ, ബൂത്ത് ഏജന്റായ ശ്രീ ഷാജി, അദ്ദേഹത്തിനെ അകാരണമായി ഉച്ചയ്ക്ക് ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും നേതൃത്വത്തിൽ മർദ്ദിക്കുകയുണ്ടായി. ആ മർദ്ദനത്തിന് ശേഷം ആ വിഷയങ്ങൾ പറഞ്ഞ് മറ്റൊരു തരത്തിലേക്ക് പോകാതെ രാഷ്ട്രീയ പ്രവർത്തകർ, നേതാക്കന്മാരൊക്കെ ഇടപെട്ട് പരിഹരിച്ചതിനു ശേഷം വൈകുന്നേരം പോളിംഗ് കഴിഞ്ഞ് സാധന സാമഗ്രികൾ മാറ്റുന്നതിനിടയിൽ അതിമാരകമായി, അതിക്രൂരമായിട്ടാണ് അദ്ദേഹത്തെ മർദ്ദിച്ചത്. തലയ്ക്കും നെഞ്ചിനും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട്. CPM ഈ കളി അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും നേതാക്കന്മാരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇന്നത്തോടുകൂടി ആ പണിയൊക്കെ അവസാനിച്ചു. 10 കൊല്ലത്തെ പിണറായി വിജയന്റെ ഭരണം അവസാനിച്ചു എന്നുള്ളത് CPM-ന്റെ കുട്ടി നേതാക്കന്മാരൊക്കെ മനസ്സിലാക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അതിശക്തമായ പ്രതിഷേധം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. പത്തനംതിട്ട ആറന്മുളയിൽ കോൺഗ്രസ് പ്രവർത്തകനെ CPIM ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചതായാണ് ഇപ്പോൾ പരാതി ലഭിക്കുന്നത്. ആറന്മുള വല്ലന കോൺഗ്രസ് ബൂത്ത് ഏജന്റ് ഷാജിക്കാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റിരിക്കുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴിയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അജി മുഹമ്മദിന്റെ നേതൃത്വത്തിൽ എത്തിയ സംഘമാണ് മർദ്ദിച്ചതെന്നാണ് പരാതി ലഭിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ പ്ലക്കാർഡുകൾ സംബന്ധിച്ച് വലിയ തർക്കമുണ്ടാകുകയും ഇരു പാർട്ടികളുടെ നേതാക്കൾ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായത്. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ ഷാജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്.